ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരാനൊരുങ്ങി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഷാഫിയെ സന്ദർശിക്കും. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, കഴിഞ്ഞ ദിവസം SP-യുടെ ഒരു കുറ്റസമ്മതം തന്നെ അതുപോലെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. പോലീസിലെ ചിലരുടെ നടപടികളാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചത് എന്ന് കോൺഗ്രസ് ഇതോടുകൂടി കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിക്കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്നുണ്ട്. എന്താണ് ഷാഫിയുടെ അവസ്ഥ? സ്വപ്ന, പ്രതിഷേധം വരും ദിവസങ്ങളും തുടരാൻ തന്നെയാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ആദ്യം പറഞ്ഞത് ലാത്തി വീശിയിട്ടില്ലെന്നായിരുന്നു. പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ പോലീസിൽ തന്നെ ഒരു വിഭാഗമാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള രീതിയിലേക്ക് റൂറൽ SP KE ബൈജു നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും സമര പരിപാടികളുമായി മുന്നോട്ട് പോവുക, പരസ്യമായി തന്നെ പോലീസിനെതിരെ ഒരു നീക്കം നടത്തുക, അതുവഴി സർക്കാരിനെതിരെ തന്നെ അത് തിരിച്ചുവിടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി UDF-നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട് എത്തുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ എത്തിയിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് അവിടെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ UDF-ൻ്റെ പ്രമുഖ നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ VD സതീശൻ ഇന്ന് വൈകിട്ട് 4:45 സ്വകാര്യ ആശുപത്രിയിലെത്തി ഷാഫി പറമ്പിൽ MP-യെ സന്ദർശിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നൊരു വിവരം. ഒപ്പം തന്നെ മറ്റുള്ള നേതാക്കളും എത്തും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഷാഫിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. മൂക്കിന് ചെറിയ പൊട്ടൽ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് അതിലേതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഒരു ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക, ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ ഈ ഒരു വിഷയം കൂടി കൂടുതൽ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രം കൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം.